ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. പക്ഷേ ഇത് പ്രോഡക്റ്റ്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം അണ്ടർ ബഡ്ജറ്റാണ്. അണ്ടർ 250 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. ആൻഡ് ദ സാരി ഈസ് ഫ്രം മീഷോ. ഒരു അടിപൊളി ബ്ലാക്ക് സാരിയാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ലുക്ക് എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഫുള്ളും കാണുക. ഇഷ്ടപ്പെട്ടാൽ എന്താണ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും കൂടെ ഞാൻ പറയാം, എല്ലാ പ്രോഡക്ട്സും 250 അണ്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് സ്കിൻ കെയർ. ആൻഡ് സ്കിൻ കെയറിൽ ഫസ്റ്റ് ടോണിംഗ് ആണ്. ടോണർ യൂസ് ചെയ്യുന്നത് ബെല്ല വിറ്റയുടെ ഒരു ടോണറാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫേസ് ടോണർ, ഗ്ലോണർ. ഇതിനകത്ത് റോസ് വാട്ടറും ആലോവേറയും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. ഇറ്റ്സ് ഓൾസോ കംസ് അണ്ടർ ബിലോ 200 റുപ്പീസിനുള്ളൊരു പ്രോഡക്റ്റാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സ്പ്രേ ചെയ്യാം. അപ്പം മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാവരുടെ കയ്യിലും കാണുന്നൊരു മോയ്സ്ചറൈസറാണ്. നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ₹140. അപ്പോൾ ഇതാണ് മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ ഇതിടാം. ഇൻസൈറ്റിൻ്റെ ഒരു പ്രൈമറാണ്, പോർ മിനിമൈസർ പ്രൈമർ. ഇറ്റ്സ് കംസ് അണ്ടർ ₹120 ഐ തിങ്ക്. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രൈമർ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ കളർ കറക്ഷൻ. കളർ കറക്ഷൻ പ്രോ കൺസീലിൻ്റെ ഒരു ഓറഞ്ച് കളർ കറക്ടറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അണ്ടർ ഐസിലൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു 100 ബിലോ ഐ തിങ്ക് 110-120 റേഞ്ചിൽ വരുന്ന ഒരു ഓറഞ്ച് കറക്ടറാണ്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഐ എം യൂസിങ് എ ബ്ലെൻഡർ. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. പിഗ്മെൻറ്റേഷൻസ് ഉള്ള എല്ലായിടത്തും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് അണ്ടർ 250 മേക്കപ്പ് ആണല്ലോ. അപ്പോൾ ഞാൻ BB ക്രീം വെച്ചിട്ടാണ് നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. എനിക്ക് അണ്ടർ 250 എനിക്ക് ചേരുന്നൊരു ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. BB ക്രീം പോൺസ് BB പ്ലസിൻ്റെ ഐവറി ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഞാനൊരു സ്ട്രോബ് ക്രീം മിക്സ് ചെയ്താണ് BB ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഐ എം യൂസിങ് സ്ട്രോബ് ക്രീം. മാർസിൻ്റെ ഒരു സ്ട്രോബ് ക്രീമാണ്. ഇലുമിനാറ്റി എന്ന് പറയും കേട്ടോ. ഇലുമിനാറ്റി എന്ന് പറഞ്ഞ സ്ട്രോബ് ക്രീമാണ്. ഞാനിത് വാങ്ങിച്ചത് 234 സംതിങ് ആണ് ഞാനിത് വാങ്ങിച്ചത്. ഓക്കെ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അടുത്തതൊരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. BB ക്രീം അപ്ലൈ ചെയ്തു. ഞാനിവിടെ ലാക്മിയുടെ 9 to 5 എന്ന് പറഞ്ഞ പ്രൈമർ പ്ലസ് മാറ്റ് ലിക്വിഡ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഇതും ഏകദേശം 250 അണ്ടർ 250 234 അതോ 220 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. പർപ്പിളിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇനി അടുത്ത ഐബ്രോസിനാണ്. ഐബ്രോസിന് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് എന്നാൽ നല്ലൊരു പ്രോഡക്റ്റാണ് മൈക്രോ പ്രിസിഷൻ പ്രോ പെൻസിൽ ബൈ മാർട്സ്. അടിപൊളി ആയിട്ടാണ്. ഉടനെ ഒരുപാട് റീപർച്ചേസ് ചെയ്തൊരു സംഭവമാണ്.
അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പെൻ ടിപ്പുണ്ട്, നമുക്ക് സ്ട്രോക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഐബ്രോസിൻ്റെ പണി കഴിഞ്ഞു. അടിപൊളി ഒരു ബിഗിനേഴ്സിന് മസ്റ്റ് ആയിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ് മാർസിൻ്റെ ബ്രോ പെൻസിൽ മൈക്രോ പ്രിസിഷൻ സൂപ്പർ 199 റുപ്പീസിനാണ്. അടിപൊളിയാണ്. ജസ്റ്റ് നമുക്കൊന്ന് സ്ട്രോക്ക് ചെയ്തിട്ട് നമുക്കത് കൊടുത്താൽ മതി. നമുക്ക് സ്പൂളി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അടുത്ത് നമ്മൾ ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് ഞാനൊരു 2 പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ 248 സംതിങ്ങിനാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഒന്ന് വന്നിട്ട് റോസ് ഗോൾഡ് പാലറ്റ്, ഒന്ന് വന്നിട്ട് ന്യൂഡ് ഷെയ്ഡും. ആൻഡ് ഇറ്റ്സ് ഫ്രം ഹുഡ ഗേൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്രോ ബോണ്ട് ഏരിയയിൽ ചെയ്യാൻ വേണ്ടി ഒരു ബ്രൗൺ കളർ എടുക്കുന്നുണ്ട്. ഹെന്ന എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ജസ്റ്റ് ഡസ്റ്റ് ഓഫ് ചെയ്യുക. നമുക്ക് ഈ മുകളിലത്തെ പാർട്ടിലിടാം. ഓക്കെ, അതേപോലെ തന്നെ അപ്പർ തൈസിലും. ഇത് വേറൊരു ഐ ഷാഡോ പാലറ്റാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഗ്ലിറ്ററി ഷെയ്ഡാണ്. ഇത് വരുന്നത് 175 റുപ്പീസിനാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ബ്ലാക്കിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെയ്ത ബാക്കിൻ്റെ പുറത്തിടാം. വി ആർ യൂസിങ് സിൽവർ ഷെയ്ഡാണ് എടുക്കുന്നത്. നല്ല അടിപൊളി പിഗ്മെൻറ്റേഷൻ ഉള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐ ലുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു വിങ്ഡ് ഐലൈനർ കൊടുത്തിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്തത്. അതും 180 അണ്ടറാണ്. പിന്നെ അതേപോലെ തന്നെ കാജലും എഴുതിയിട്ട് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാജലും ഞാൻ യൂസ് ചെയ്തത് ഫേസസ് കാനഡയുടെ കാജലാണ്. അത് ഓഫർ വന്നപ്പോൾ 2 രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇനി എടുത്തിട്ടൊരു ഹൈലൈറ്റർ പാലറ്റാണ് എടുത്തേക്കുന്നത്. ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റർ പാലറ്റാണ്. അപ്പോൾ അതിലൊരു വൈറ്റ് കളർ എടുത്തിട്ട് നമ്മുടെ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രോ ബോണ്ട് അവിടെ അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഈ ഒരു ഐലൈനറാണ്, ഒരു വിങ്ഡ് ഐലൈനർ ക്രിയേറ്റ് യൂസ് ചെയ്യുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ ബ്ലാക്ക് ഐ ഷെയ്ഡ് നടുക്കിട്ടു, ചുറ്റും ബ്രൗണു, പിന്നെ സിൽവർ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കാജൽ എഴുതിയിട്ട് ഈ ബ്ലാക്ക് വെച്ച് സ്മഡ് ചെയ്തു. താഴെ സ്മഡ് ചെയ്തു, മുകളിൽ സ്മഡ് ചെയ്തു, പിന്നെ ഐലൈൻ ചെയ്തു. ഇതാണ് എൻ്റെ ഒരു ഐ മേക്കപ്പ്. പിന്നെ നമുക്ക് നമ്മുടെ ബനാന പൗഡർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻസൈറ്റിൻ്റെ വെരി അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബനാന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബനാന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ നാൾ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടൂറിങ് പാട്ടാണ്. അപ്പോൾ ഞാൻ ഇൻസൈറ്റിൻ്റെ കോണ്ടൂറിങ് കം ഹൈലൈറ്റഡ്
2-in-1 ഡ്യൂോ സ്റ്റിക്കാണ്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. എക്സ്പെഷ്യലി ഇത് ഭയങ്കര വില കുറവാണ്. 134 എന്നാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ കോണ്ടൂറിങ് ചെയ്യാൻ ഹൈലൈറ്റിങ് ഒക്കെ സൂപ്പറാണ്. നല്ലൊരു പ്രിസിഷൻ കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ കോണ്ടൂറിങ് കഴിഞ്ഞു. നമുക്കിനി ഒരു പൗഡർ കോണ്ടൂർ വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, NYBയുടെ പ്രോ പൗഡർ കോണ്ടൂറാണ് എടുത്തേക്കുന്നത്. ഇതും അണ്ടർ ബഡ്ജറ്റാണ്. ഒരു ബ്രൗൺ കളറാണ്. ഓക്കെ, ഇനി അടുത്ത ബ്ലഷാണ് നോക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ബ്ലഷാണ്. ബ്ലഷിന് മാർസിൻ്റെ ഒരു ബ്ലഷ് ഷവർ ഡോൺ ലിക്വിഡ് ബ്ലഷ് എന്നൊരു പീച്ചി ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ മാർസിൻ്റെ സ്ട്രോബെറി മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. മാർസ് ഹാസ് ലോട്ട് ഓഫ് വെറൈറ്റി പ്രോഡക്ട്സ്. മാർസിന് ഒരുപാട് നല്ല വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് അണ്ടർ ബഡ്ജറ്റ്. ഇപ്പം നമ്മൾ ലിപ് ലൈനറിൻ്റെ ലിപ്സ്റ്റിക് ആയാലും ബ്ലഷസ് ആയാലും ഈവൻ ഇൻ ഫൗണ്ടേഷൻസ്, ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് വെറൈറ്റി. എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ചീപ്പ് അല്ല, അഫോർഡബിൾ ആണ് എന്ന് വെച്ച് അത് നല്ല രീതിയിൽ അതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു ബ്രാൻഡാണ് മാർസ്. എൻ്റെ മോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സ് മാർസിൻ്റെതാണ്. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. ലിക്വിഡ് ബ്ലഷ് ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പൗഡർ ബ്ലഷ് യൂസ് ചെയ്യാം. ഇൻസൈറ്റിൻ്റെ ബേക്ക് ബ്ലഷ് എന്ന് പറഞ്ഞൊരു ബ്ലഷാണ് എടുക്കുന്നത്. ഇറ്റ്സ് ഓൾസോ ഒരു പിച്ചി ഷെയ്ഡാണ്. ഓക്കെ, മാർസിൻ്റെ നല്ല പിഗ്മെൻറ്റഡ് റേഞ്ചസ് ഉള്ള ബ്ലഷസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു പിച്ചി ന്യൂഡ് ഷെയ്ഡാണ് ബ്ലഷിൽ താല്പര്യം. എന്നാലും നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബ്ലഷൊക്കെ മാർസിൻ്റെ ഒരു ബ്ലഷ് എൻ്റെ കയ്യിലുണ്ട്. ഇറ്റ്സ് ഹൈലി പിഗ്മെൻറ്റഡ്. ഒരു ഡ്രോപ്പ് മതി. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഹൈലൈറ്റർ ഞാൻ ഇൻസൈറ്റിനാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ആ ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെ. ഓക്കെ, ഇതേപോലെ തന്നെ അപ്പുറത്തും. ലിപ്സിന് ഞാൻ മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ചോക്കോ ബട്ടർ 14 എന്ന് പറഞ്ഞൊരു ബ്രൗൺ കളർ ലിപ് ലൈനറാണ്. ഇറ്റ്സ് സ്യൂട്ട്സ് ആൻഡ് ഇറ്റ്സ് ഗോസ് വിത്ത് എവറി ലിപ് കളർ. അടിപൊളിയാണ്.
ഇനി അടുത്ത വെൻ കംസ് ടു ലിപ്സ്റ്റിക്, ഞാൻ സുഡിയോന്ന് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കാണ്. ഇറ്റ്സ് 199 റുപ്പീസ്. ആൻഡ് ദ ഷെയ്ഡ് വന്നിട്ട് ഹോട്ട് മെൽസ് R02. ഇറ്റ്സ് മാറ്റ് ലിക്വിഡാണ്, മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് മസ്കാര പാട്ടാണ്. മസ്കാര പാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ അഫോർഡബിൾ ആയിട്ടൊരു അടിപൊളി മസ്കാര കണ്ടുപിടിച്ചു അറ്റ് ലാസ്റ്റ്. എൻവൈബയുടെ ഒരു ചോട്ടു മിനി മസ്കാരയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇറ്റ്സ് ഓൺലി 199 റുപ്പീസ്. ഓക്കേ, അപ്പം അടുത്ത മേക്കപ്പ് ഫിക്സറാണ്. അങ്ങനെ ലിപ്സ്റ്റിക്കും ഇട്ടു. അടുത്ത മേക്കപ്പ് ഫിക്സർ ഞാൻ ബ്ലൂ ഹാവൻ്റെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ഫിക്സറാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതൊരു സിമ്പിൾ പാർട്ടി മേക്കപ്പാണ്, ഒരുപാട് ഡ്രാമാറ്റിക് അല്ലാത്ത സിമ്പിൾ ഡ്യൂയി പാർട്ടി മേക്കപ്പാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദീസ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് സാരി ഫ്രം മീഷോ, ഒരു 400 സംതിങ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ദ ബ്യൂട്ടിഫുൾ ഇയറിങ്സ് ഓൾസോ ഫ്രം മീഷോ 130 സംതിങ് ആണ്. നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. മുടി ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയും. ലുക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.